സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധ പാദപീഠത്തിൽ ഞങ്ങൾക്ക് വീണ്ടും അടുത്ത് വരുവാൻ കർത്താവിദാസനും മനുഷ്യൻ പാസ്റ്ററും ഒരുമിച്ച് ദൈവം ഞങ്ങളുടെ ജീവിതയാത്രയിൽ തന്ന നല്ല വർഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിൽ അമ്മ ദൈവം ഞങ്ങളെ ശ്രേഷ്ഠമായി കരുതി വഴി നടത്തുന്ന അവിടുത്തെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങളിവിടെ ദൈവം തരുന്ന ആലോചനകൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ അതെത്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിറച്ചിരിക്കാൻ സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഗ്രഹങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം യേശു ക്രിസ്തു തന്നെ തന്നെ. ആമേൻ. സ്തോത്രം. അമ്മ, ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് പുതുവർഷത്തിൽ ആമേൻ ദൈവം നമുക്ക് തന്ന നന്മകളെ കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെപ്പാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവിദാസൻ മോഹൻ പാസ്റ്ററിനെ ശുശ്രൂഷയ്ക്ക് അയച്ചുണിക്കുന്നു. സ്തോത്രം. ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലൈനിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, അതുപോലെ തന്നെ ഇതിന് വേദി ഒരുക്കിയ കർത്താവിൻ്റെ ദാസൻ ജോസഫ് വർഗീസ്, അതുപോലെ ഇതിൻ്റെ മിറാക്കുലസ് ലൈറ്റ് വർഷിപ്പ് സെൻറ്റർ എന്ന ഇതിൻ്റെ സ്ഥാപകനും ഇതിൻ്റെ സ്ഥാപനത്തിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇതിനെ ഞങ്ങളെ കേൾക്കുന്ന ഏവർക്കും, ഞങ്ങളെ കാണുന്നവർക്കും, ഞങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ദ പവർ ഓഫ് ബി ഗ്ലാഡ് ആൻഡ് റിജോയ്സ് എന്നുള്ള ഒരു വിഷയമാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്ത് കോളത്തിലായിരിക്കുന്ന എനിക്കും ഞങ്ങളെ കേൾക്കുന്ന അതുപോലെ തന്നെ ക്രിസ്തീയ വിഭാഗത്തിലുള്ള ഒട്ടുമുക്കാലും ഒരു 90% ആൾക്കാർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് യോവേൽ പ്രവചനം 2-ാം അധ്യായം. ഈ 2-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാവുന്ന ഭാഗമാണ്. കാരണം പത്രോസിൻ്റെ ആദ്യത്തെ കന്നിപ്രസരണമാണ്. അത് അപ്പോസ്തല പ്രവർത്തിക്കകത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം അറിഞ്ഞുകൂടാതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ദൈവവചനം കേൾക്കുന്നവർക്കും ദൈവവചനം ശുശ്രൂഷിക്കുന്നവർക്കും ഇത് സുപരിചിതമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 25-ാമത്തെ വാക്യം ഞാൻ ദൈവഭാഗത്ത് വന്ന കാലം മുതൽ വന്ന സമയത്ത് ഞങ്ങളുടെ ഭാഷ തന്നെ 10-50 പ്രാവശ്യം എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. അത് മിക്കവാറും ദൈവദാസന്മാർ അതിന് ശുശ്രൂഷിക്കുന്നതാണ്. അതൊന്ന് വായിക്കാന്നു. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും തുട്ടിലും തുള്ളനും പച്ചപ്പുഴിയും തിന്നുകളഞ്ഞ വായിച്ചു സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഇത് കർത്താവിന്റെ ദാസന് കേട്ടിട്ടുള്ളതാണ്. ലോകത്തിലുള്ള മിക്കവാറും ഒരു 100% ക്രിസ്ത്യാനികൾക്ക് അറിയാവുന്ന ഒരു വാക്യവുമാണ്, അല്ലേ? അതെ. അപ്പം ഇതിനകത്ത് നിന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ 2025 ഈ നമ്മുടെ ജീവിതത്തിൽ കാർന്നു നിന്നിട്ടുള്ള വെള്ളത്തോടെ തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ പലതും നമുക്ക് മടക്കി കിട്ടാനുണ്ട്. ആമേൻ. അത് തിരികെ കിട്ടണം. അത് സകലമായ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. ഇത് കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലല്ല, എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇതുപോലെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന നന്മകളെ കാർന്നു തിന്ന ദിവസങ്ങളും
നമ്മുടെ നന്മകളും കാരണത്തിനോട് പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അത് നമുക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. യെസ്. ഇത് തിരിച്ചു പിടിക്കാനായിട്ട് ഞാൻ ഈ 96 രക്ഷിക്കപ്പെട്ടവനാ. ഇപ്പം 2025 ഈ 2025 ദൈവം എനിക്ക് ഇത് തിരിച്ചു പിടിക്കാനുള്ള മാർഗം പറഞ്ഞു തന്നേക്കുന്നത്. സ്തോത്രം. കർത്താൻ ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ മാർഗം മനസ്സിലാകാതെ പോയത്? അത് ദൈവത്തിന്റെ കുഴപ്പമാണോ? അല്ല. നമ്മളെ പഠിപ്പിക്കുന്നവരുടെ കുഴപ്പമാണോ? അല്ലെന്നേ. നമ്മൾ പഠിച്ചതിന്റെ കുഴപ്പം മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പുതിയ വർഷം 2025 നമുക്ക് നഷ്ടമായതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു വർഷമായി, റെസ്റ്റോറേഷൻ നടക്കുന്ന വർഷമായി മാറ്റണം. ആര് മാറ്റണം? നമ്മൾ മാറ്റണം. നമ്മൾ മാറ്റിയെടുക്കണം. ഒരുപാട് വാഗ്ദത്തങ്ങളെ അറിയാവുന്നവരും വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്നു. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, അത് വർക്കൗട്ട് ആകുന്നില്ല. ഉദാഹരണത്തിന്, എൻ്റെ വയറ് കുറയ്ക്കണം, ഞാൻ നടക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, കുറയുന്നില്ല. ഇപ്പോഴും അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ്, കുറയുന്നില്ല. എന്താ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും കുറയുന്നില്ല. ഭക്ഷണം കുറച്ച് കഴിക്കുന്നു, റൈസ് കുറച്ച് കഴിക്കുന്നു, എന്നിട്ടും പക്ഷെ കുറയുന്നില്ല. നമ്മൾ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ എങ്ങനെ എങ്ങനെ അതിനെ പരിവർത്തനം വരുത്തി അത് നോർമലാക്കി എടുക്കാൻ സാധിക്കുമെന്ന് ശ്രമിക്കുന്നത് പോലെ ദൈവവചനത്തിലൂടെ ഇപ്പം കർത്താവിൻ്റെ ദാസനും അറിയാം, ക്രിസ്ത്യാനികൾക്ക് ഒട്ടുമുക്കാൽ ജനത്തിനും അറിയാം, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ഉപദേശിമാരോ അല്ലെന്നുണ്ടെങ്കിൽ അച്ഛന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ ഉപദേശിക്കുന്നവരോ എല്ലാവരും പറയുന്ന ഒരു വേർഡുണ്ട്. അതിനുവേണ്ടി എന്താ ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഇതല്ലേ നമുക്ക് പറയുന്ന കാര്യം അല്ലേ? എല്ലാവരും പറയുന്നതാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എൻ്റെ അമ്മ അതുകൊണ്ട് ഒത്തിരി കരഞ്ഞും പ്രാർത്ഥിച്ചിട്ടും ഉള്ളതാണ്. ഞാനും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ വിഷയത്തിന് വേണ്ടി. ഇത് നിങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന സംഭവം എന്താണെന്ന് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നൊന്നുമില്ല. എന്നാൽ ഇതിലും എളുപ്പത്തിൽ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനുള്ള മാർഗമുണ്ട്. അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരഞ്ഞ് ആവലാതി പറഞ്ഞ് ഒരുപാട് ഭാരപ്പെടുന്നതിലും എന്നെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് പേരിൽ നിന്ന് ഞാൻ കേൾക്കാറുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്ന്, ആർക്കാ ഇല്ലാത്തത്? ഇല്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഭാരപ്പെടുന്ന പ്രശ്നമില്ലാത്ത ഒരു വ്യക്തി അംബാനിക്കില്ലയോ? നമ്മുടെ മോദിക്കില്ലയോ? പ്രൈം മിനിസ്റ്റർ മോദിക്കില്ലയോ? അമേരിക്കയിലെ പ്രസിഡന്റ് ഇപ്പോഴത്തെ ബൈഡൻ ഇല്ലയോ? ഈ പ്രസിഡന്റ് സ്ഥാനം ആരോഹണം ചെയ്യാൻ പോകുന്ന ട്രംപിനില്ലയോ? ആർക്കാ ഇല്ലാത്തത്? ജസ്റ്റിൻ ട്രൂഡോയ്ക്കില്ലയോ? ആർക്കാ ഇല്ലാത്ത പ്രശ്നം? പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. പ്രശ്നമില്ലാത്ത ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾ കാണിച്ചു തരാമോ? എല്ലാവർക്കും ഉണ്ടെന്ന്. പരിഹാരത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഓടി നടക്കുന്നത്, ആണോ അല്ലയോ? എല്ലാവരും ഓടി നടക്കുന്ന പരിഹാരത്തിന് വേണ്ടിയാണ്. ഏത് ദൈവത്തിന്റെ അടുക്ക ചെന്നാൽ എന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും.
ഞാൻ എങ്ങനെ ചെയ്താൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഇത് അല്പസമയം കൊണ്ട് ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൽ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ട് സ്വീകരിക്കാം. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്കും അനുഗ്രഹമായിരിക്കും. ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലൈവ് പ്രോഗ്രാമിൽ പറഞ്ഞു ആദ്യഫലം കൊടുക്കുന്നതിനെ കുറിച്ച്. അതിനകത്തിൽ ഒരാൾ കമന്റ് ഇട്ടേക്കുന്നത് കണ്ടു, ആദ്യഫലം കൊടുക്കണമെന്ന് എവിടാ നിയമം? അത് പഴയ നിയമത്തിലല്ലയോ ഉള്ളത്? യഹൂദന്മാർക്ക് കൊടുത്ത നിയമമില്ല. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും കാലത്ത്, എൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് ഞാൻ യാക്കോബായി ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ്. 43-ാമത്തെ വയസ്സിലാണ് ദൈവഭാഗത്ത് വരുന്നത്. അതിന് മുമ്പ് വരെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യഫലങ്ങൾ ഞങ്ങളുടെ ചർച്ചിൽ കൊണ്ടുപോയി കൊടുക്കുകയും അവിടെ ലേലം വിളിക്കുകയും ചർച്ചിനത് പണമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പശു പ്രസവിച്ചാൽ ആ പശുക്കിടാവിനെ അതിൻ്റെ മുറുകുടി കാരണമാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആട് പ്രസവിച്ചാൽ ആടിൻ്റെ ആട്ടുംകുട്ടിയെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. കോഴി മുട്ടയിട്ടാൽ ആ മുട്ട കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ വിരിച്ചിറക്കിയാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ചേന കിളച്ചാൽ ആദ്യത്തെ ചേന കൊണ്ട് കൊടുക്കാറുണ്ട്. കറ്റ നെല്ല് കൊയ്യുന്നുണ്ടെങ്കിൽ കറ്റ ആദ്യത്തെ കറ്റ ചർച്ച കൊണ്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട തേങ്ങയുടെ ആദ്യഫലം കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ആദ്യഫലം ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളെ കൊണ്ടാണ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ആ എക്സ്പീരിയൻസ് കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ ആരും ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെയും ഒന്നിനും എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നിട്ടില്ല. നിങ്ങൾ കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ, നിങ്ങൾ വാങ്ങുവോ വാങ്ങാതിരിക്കുവോ, എന്ത് വേണേലും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദശാംശം കൊടുക്കുന്നു, ആദ്യഫലം കൊടുക്കും, ദൈവനാമത്തിൽ കൊടുക്കുന്നു. അതുകൊണ്ട് എനിക്കൊന്നിനും കുറവ് വന്നിട്ടില്ല. ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എങ്ങനെ ദൈവ നന്മ അനുഭവിക്കാൻ, ഞാൻ അനുഭവിച്ച നന്മ നിങ്ങൾ എങ്ങനെ അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു തരാനേ എനിക്കറിയത്തുള്ളൂ. ഞാൻ നിങ്ങളെക്കാട്ടിലും നിങ്ങളുടെ അത്രയും ഒന്നും ഈ വലിയ ഡിഗ്രിയോ കഴിവുള്ളവനോ ഒന്നുമല്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാമേ. എന്നോട് യുദ്ധം ചെയ്യാനായിട്ട് വരികയും വേണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? എന്നോട് യുദ്ധം ചെയ്തിട്ടോ ഈ ദൈവദാസനോട് യുദ്ധം ചെയ്തിട്ടോ ഒരു പ്രയോജനവും ഇല്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് ഞങ്ങൾ ഈ പറയുന്നത്. കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നന്മയെ കിട്ടത്തുള്ളൂ. കൊടുക്കാൻ പഠിക്കണം. അത് നമ്മളെ പഠിപ്പിക്കുന്നത് ആരാന്നറിയാമോ? നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാൻ അറിയത്തുള്ളൂ. അല്ലാത്തവർ കൊടുക്കത്തില്ല. കൊടുത്ത് ശീലമില്ലാത്തവർ കൊടുക്കത്തില്ല. അങ്ങനെയല്ലേ അർദ്ധാനാഥനെ? അതെ. കൊടുത്ത് ശീലമുള്ളവനെ കൊടുക്കാൻ അറിയത്തുള്ളൂ. വാങ്ങിച്ച് ശീലമുള്ളവൻ കൊടുക്കാൻ എവിടെ അറിയാവുന്നത്? എപ്പോഴും കൈ മലത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാമെ നീ കൊടുക്കുന്ന മനുഷ്യനാണോ എന്ന്. ദൈവം ചോദിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. കൊടുത്തോ? കൊടുത്തില്ലയോ? കൊടുത്തു. അതുകൊണ്ട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നെ ഐശ്വര്യമായി ഞാൻ അനുഗ്രഹിക്കും. നിന്റെ അതൊന്ന് വായിച്ചാൽ അർദ്ധാനാഥനെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഞാനിവിടെ ഒന്ന് എടുത്തോട്ടെ, അത് പെട്ടെന്ന് ഹൃദയത്തിലേക്ക് കയറി വന്നു. അതിന്റെ 16-ാമത്തെ വാക്യം, 16-ഉം 17-ഉം. നീ ഈ കാര്യം ചെയ്തു, ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. സന്തതിയെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. അടുത്ത വാക്യങ്ങൾ. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്
നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. Praise the Lord. യഹോവയായ ദൈവം പറയാണ്, നീ ഈ കാര്യം ചെയ്തു, അതുകൊണ്ട് നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം കൊടുത്തത് കൊണ്ടാണ് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി തീർന്നത്. ആമേൻ. Praise the Lord. ഓക്കെ, ഇനിയും നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. The power of be glad and rejoice എന്നുള്ള ടൈറ്റിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചാൽ. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് സന്തോഷിക്കാം, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഓക്കെ, അത് ഇംഗ്ലീഷിലൂടെ വായിക്കാമോ? മലയാളം ബൈബിൾ എടുത്തുള്ളൂ മാസ്റ്റർ. ഓക്കെ, സാരമില്ല, ഞാൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്തിനാണ് ഈ ഇംഗ്ലീഷ് വായിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്നല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ പറഞ്ഞത്. 2-ാമത്തെ വാക്യം, ഓക്കെ, അത് 2-ാമത്തെ അതിന്റെ 21-ാമത്തെ വാക്യം. Fear not, O land, be glad and rejoice, for the Lord will do great things. Lord will do the great things. അപ്പൊ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ഗ്ലാഡ് എന്ന് എഴുതി, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. എന്ത് ചെയ്യുക? ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക. ദൈവം വലിയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വൻ കാര്യങ്ങളെ നിങ്ങൾ ഈ പുതിയ വർഷത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്കിൽ എന്ത് ചെയ്യണമെന്ന കർത്താവ് വചനം പറയുന്നത്? റിജോയ്സ്, ബി ഗ്ലാഡ്, ഘോഷിച്ചുല്ലസിക്കുക. എന്താണ് ഈ ഘോഷിച്ചുല്ലസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് തന്നെയാണ് ഇംഗ്ലീഷ് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മൾ എത്രയോ കാലമായി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആണോ അല്ലയോ? എന്നാൽ ഇന്ന് അതിനെ ഒന്ന് മാറ്റി പിടിക്കുന്നേ. അതിനെ ഒന്ന് മാറ്റി പിടിക്കുക. ആർക്ക് വേണ്ടിയാ ഈ മാറ്റി പിടിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ നമ്മൾ മാറ്റി പിടിക്കേണ്ടത്. എത്രയോ കാലമായി ഇങ്ങനെ കിടന്ന് കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പുതിയ വർഷത്തിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ രീതികൾക്കൊരു വ്യത്യാസപ്പെടുത്തും. എനിക്ക് ദൈവിക നന്മ അനുഭവിക്കണം, ദൈവം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദേശമേ ഭയപ്പെടേണ്ട, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്. അടുത്ത വാക്യം 22-ാമത്തെ വാക്യം വായിച്ചേട്ടെ. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു, ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷം മുന്തിരിവള്ളയും അനുഭവപുഷ്ടി നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിച്ചാൽ പറയുകയാണ്, വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട. മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലം. പുൽപ്പുറങ്ങൾ പച്ച പിടിക്കുന്നു. മരുഭൂമി പുൽപ്പുറങ്ങൾ പച്ച പിടിക്കുന്നു. എന്ത് ചെയ്താലാ? ഘോഷിച്ച് ഉല്ലസിക്കണം. ഉല്ലാസത്തിന്റെയും സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും അല്ല, നീതിമാന്റെ കൂടാരത്തിൽ എന്തോ ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത്? സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം ആരുടെ വീട്ടിലുണ്ട്? നീതിമാന്റെ കൂടാരത്തിലുണ്ട്. ഈ കരച്ചിലും നിലവിളി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. സന്തോഷിച്ച് ഉല്ലസിക്കാൻ നോക്ക്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ചെയ്യും, വൻ കാര്യങ്ങളെ ചെയ്യും. അടുത്ത വാക്യം, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. മതി, അവിടെ എത്തിക്കാട്ടെ. സിയോൻ മക്കളെ, ദൈവമക്കളെ
ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ എന്ത് ചെയ്യുക? സന്തോഷിപ്പീൻ. ഇത് ഞാൻ ഉണ്ടാക്കിയ വചനമൊന്നുമല്ല, ഞാൻ എഴുതിയ വചനമാണോ? അല്ല, നിങ്ങൾ പറ, ഞാൻ എഴുതിയ വചന മോനിറ്റം ഭാഷ ഉണ്ടാക്കിയതാ, അല്ലെന്നുണ്ടെങ്കിൽ വർഗീസ് ഭാഷ ഉണ്ടാക്കിയതാ എന്നാണോ? അല്ലല്ലോ. ഇല്ല. അല്ല, പിന്നെ ആര് പറഞ്ഞ വചനവും? ദൈവം പറഞ്ഞു. അങ്ങനെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിച്ചാൽ എന്തുണ്ടാകുമെന്ന് അടുത്ത ഭാഗത്തുണ്ട്, വായിച്ചാണ്. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും വർഷം പെയ്ച്ചു തരുന്നു. ഈ വർഷം പെയ്ച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണമെന്ന് ഇപ്പൊ പറഞ്ഞേക്കുന്നത്? തക്ക അളവായ. എപ്പോൾ, എങ്ങനെ തക്ക അളവായിട്ടാണ് ചെയ്യുന്നത്? നിങ്ങൾ ഘോഷിച്ചുല്ലസിച്ചാൽ, യഹോവയിൽ സന്തോഷിച്ചാൽ അവൻ തക്ക അളവായ മുൻമഴ തരുന്നു. മുമ്പലത്തെ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും അയച്ചു തരും. ഇങ്ങനെ ഒരു ഭാഗം നിങ്ങൾ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. സഖറിയ പ്രവചനം വായിച്ചിട്ടുണ്ട്. സഖറിയ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സഖറിയ പ്രവചനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ. എന്താണ്? പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവർക്ക് വയലിലെ സകല ഏത് സസ്യത്തിനും വേണ്ടി എന്ത് ചെയ്യുന്നു? മാരി പെയ്യിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ദൈവം ശാന്തി, ദൈവത്തിന്റെ സമാധാനം, സ്വസ്ഥത പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഈ മഴ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവജനമേ, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. സകല വൃക്ഷങ്ങളിൽ മേലും സകല സസ്യത്തിന്റെ മേലും എന്ന് പറയാൻ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഏറിയായാലും സ്വർഗത്തിന്റെ ഭണ്ഡാരം തുറന്ന് മഴ അയക്കുമെന്ന്. നിങ്ങൾ ഈ മഴ വരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളവും കോരി ഒഴിക്കുന്ന വെള്ളവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും പൈപ്പിലെ വെള്ളവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മഴയിൽ നിന്ന് വരുന്നത് ഒറിജിനലാ, അതിനകത്ത് കെമിക്കൽ ഒന്നുമില്ല. അത് പ്യുവറാണ്, ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതിനെക്കുറിച്ച് അറിയാവുന്നവരാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിച്ചാൽ അവൻ തക്ക അളവായ മുൻമഴ നിങ്ങൾക്ക് തരും. അത് മാത്രമല്ല, അത് മുൻമലത്തെ പോലെ മുൻമഴയും പിന്മഴയും വർഷം പെയ്യിക്കുന്നു. അതിന് 24-25 വാക്യം വായിച്ചാട്ട്. ഇങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമൃദ്ധി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ ഘോഷിച്ചുല്ലസിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഉണ്ടാകുന്നത്? സമൃദ്ധി ഉണ്ടാകുന്നത്. കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുന്നത്. ഹലോ, നിങ്ങളുടെ ജീവിതത്തിൽ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ നന്മ കൊണ്ട് അലങ്കരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? കരച്ചിലും കണ്ണുനീരും ഒക്കെ ഒന്ന് വിട് കുറച്ചു കാലത്തേക്ക്. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2025 പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരു വർഷം കൂടെ നിങ്ങൾക്ക് ദൈവം ദാനം തന്നു. ഈ പുതിയ വർഷത്തിൽ ഞാൻ ദൈവത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കും. എൻ്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. എൻ്റെ ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കൊണ്ട് നിറഞ്ഞു കവിയും. ഒരു നിറഞ്ഞു കവിയുന്ന അവസ്ഥയിലേക്ക് വരട്ടെ. നിങ്ങൾക്ക് വല്ലവർക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ഇല്ലേ, നിങ്ങൾ എങ്ങനെ കൊടുക്കാൻ പറ്റും? നിറഞ്ഞു കവിയുന്ന അവസ്ഥ ഉണ്ടാകുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയില്ലേ ദേവദാസനെ? അതെ. പക്ഷെ ഇതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കരയുന്നത് എന്തിനാണ്? അത് വായിച്ചു.
യഹോവയുടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ ആ, സമൂഹത്തിന്റെ യാഗപീഠത്തിന്റെ മധ്യേ കരഞ്ഞുകൊണ്ട്, ആ, യഹോവേ, നിന്റെ ഉം, ജനത്തോട് ക്ഷമിക്കണമേ, ആ, ജാതികൾ അവിടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുത്. ഉം, അവരുടെ ദൈവം എന്നിങ്ങനെ എന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നതിന് എന്നിങ്ങനെ പറയട്ടെ, ആ, നിങ്ങൾ എന്തിന് എന്നിങ്ങനെ ആ. പറയട്ടെ. Praise the Lord. യഹോവയുടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യ കരഞ്ഞുകൊണ്ട്, യഹോവേ, നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം അവകാശത്തെ നിന്ന കേൾപ്പിക്കരുതേ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നിന്ന കേൾപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെ. ഓക്കെ, ഇനിയും അതിന്റെ 25ഉം 26ഉം വാക്യം വായിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അത് മാത്രമല്ല, അടുത്ത വാക്യം, നിങ്ങൾ വേണ്ടുവോളം തൃപ്തരായി ആ, നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. ആ. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അപ്പൊ എന്തുകൊണ്ടാ ലജ്ജിച്ചുകൊണ്ടിരിക്കുന്ന? കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ലജ്ജിച്ചുകൊണ്ടിരുന്നോ? സ്തോത്രം. നീ യഹോവയിൽ സന്തോഷിക്കാൻ പഠിക്കുക, ഘോഷിച്ചുല്ലസിക്കാൻ പഠിക്കുക. ആമേൻ, നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. ആമേൻ. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അടുത്ത വാക്യം, 27ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അപ്പം 2 പ്രാവശ്യം വീണ്ടും വീണ്ടും പറയുന്നു, ലജ്ജിച്ചു പോകയില്ല. നിങ്ങൾക്ക് ലജ്ജ കൊണ്ട് മൂടിക്കിടക്കുന്ന ജനമേ, ദൈവം പറയാണ്, നീ ലജ്ജിച്ചു പോകാൻ ദൈവം എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. അതിന് സമ്മതിക്കാതിരിക്കണം. നീ എന്ത് ചെയ്യണം? നീ ഘോഷിച്ചുല്ലസിക്കണം. ബി ഗ്ലാഡ് ആൻഡ് റിജോയ്സ്. ദൈവം തന്നതിനോട് ഒരു നന്ദി ഉണ്ടാകുക. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന് ഇതേമാതിരി ഞാൻ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പണ്ട് ഈ 2018 ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വിവാദമായിരിക്കുന്ന ടിനു ജോർജ് പറഞ്ഞെന്ന് പോലും ഈ പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാകുമെന്ന് പറഞ്ഞു. അനുഗ്രഹം ഉണ്ടായില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാ ഈ വേറൊരാൾ പറഞ്ഞെന്നാണ്. അത് നാശമാണ് പോയത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കേട്ട്, ഞാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയതല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് കിട്ടിയത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ കോവിഡ് ലോകത്തില് നഷ്ടമായിരുന്നോ ലാഭമായിരുന്നോ എന്ന് ചിന്തിക്കേണ്ട ചുമതല അവരവർക്കുള്ളത്. കോവിഡ് വന്ന ശേഷമാണ് ദൈവമക്കൾ ലോകം മുഴുവനും അവരുടെ അടുക്കിലേക്ക് വരാൻ തുടങ്ങിയത്. ആണോ അല്ലയോ? അതെ. ലോകത്തിലുള്ള സകലമാന മനുഷ്യരുമായിട്ടും പ്രെയർ ലൈനുകളായിട്ടും സൂമിലായിട്ടും ഗൂഗിൾ മീറ്റ് ആയിട്ടും എല്ലാവരും അടുത്ത് വഴകാനും ഓൺലൈനിൽ കൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നടന്നത് കോവിഡ് വന്ന് ദോഷമായിരുന്നോ? അല്ല. ഞാൻ എന്നെപ്പറ്റി വിശദീകരിച്ച അദ്ദേഹത്തിന്റെ പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, പാസ്റ്ററിന് ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു ബൈബിൾ കോളേജ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ കോവിഡ് വന്ന കാരണം പുള്ളിക്ക് ഇപ്പം 3 ബൈബിൾ കോളേജായി. അപ്പം അദ്ദേഹത്തിന്റെ ആള് തന്നെ പറഞ്ഞത്, എന്നെ കുറ്റം പറഞ്ഞത്, ടിനു ജോർജ് പറഞ്ഞത് ദോഷമായെന്ന്. ഈ നിങ്ങൾക്ക് ദോഷമായോ? അനുഗ്രഹമായി. എനിക്ക് അനുഗ്രഹമായിരുന്നു. ആ മനുഷ്യൻ എന്തായാലും പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യമാണ്. എനിക്കറിയത്തൊന്നുമില്ല അദ്ദേഹത്തെ കുറിച്ചൊന്നും. ഞാൻ അദ്ദേഹത്തിന്റെ ഫാനുമല്ല, അദ്ദേഹത്തിന്റെ ആളുമല്ല, അദ്ദേഹത്തിന് ഒന്നുമില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങള് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവസന്നിധി സന്തോഷിക്കാൻ പഠിക്കണം.
ആമേൻ. എനിക്ക് ഇത്ര പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ ഇവിടെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന ഞാൻ ഇതിനകത്തൊന്നും ഒരക്ഷരം പോലും വ്യാഖ്യാനിച്ചില്ല. ഞാൻ എന്തെങ്കിലും വ്യാഖ്യാനിച്ചു കർത്താദാസിനെ? ഇല്ല. ഇതാ പറഞ്ഞ വാക്യങ്ങൾ വായിച്ചെന്നല്ല ഉള്ളോ. അതെ. ഓക്കെ, നിങ്ങൾ അതിന്റെ 26 നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. ആമേൻ. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ജനം ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, ഇസ്രായേൽ ലോക മനുഷ്യരെ സകലമായ മനുഷ്യരുടെ മുന്നിലും ഇസ്രായേൽ അവർ നിലനിൽക്കുകയാണ്. ഇന്ന് രാവിലെ ഗൂഗിൾ മീറ്റിലൂടെ ഒരു സ്ത്രീ, മിക്കവാറും ഗൂഗിൾ മീറ്റിലുണ്ടായിരുന്നു, ഒരു സഹോദരി അതിനകത്തിലുണ്ട്. അപ്പൊ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നാട്ടിൽ എവിടെയാ വീട്, എവിടെയാ താമസിക്കുന്നത് ഇപ്പോഴ് ചോദിച്ചാണ്. പറഞ്ഞു ഞാൻ ഇസ്രായേലിലാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ഭയങ്കര യുദ്ധവും ബഹളങ്ങളും ഒക്കെ നടക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സമാധാനമായിട്ട്. ദൈവമക്കളെ, നിങ്ങളൊന്ന് ചോദിച്ചോ, ഇസ്രായേൽ ലജ്ജിച്ചു പോകാൻ സമ്മതിച്ചിട്ടുണ്ടോ ദൈവം? ഇല്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നീ ലജ്ജിക്കത്തില്ല. ആമേൻ. എന്ത് ചെയ്യണം? ബി റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്. ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ആമേൻ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ സമയമായി. ദൈവം അനുവദിച്ചാൽ അടുത്ത വ്യാഴാഴ്ച ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. എന്നിട്ട് 27-ാമത്തെ വാക്യത്തിൽ ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ആരുടെ നടുവില? ഇസ്രായേലിന്റെ നടുവിൽ. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകയില്ല. ആമേൻ. അവൻ നമ്മുടെ പിതാവായ ദൈവം നമ്മൾ ലജ്ജിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആമേൻ. നിങ്ങൾ ഏതാ വിശ്വസിക്കുന്നത്? നിങ്ങളെ ലജ്ജിപ്പിക്കാത്ത ദൈവസന്നിധി സന്തോഷിക്കല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും. നിങ്ങളെ സമൃദ്ധിയിൽ നടത്താമെന്ന് പറഞ്ഞ ദൈവസന്നിധി സന്തോഷിക്കുകയാണ് വേണ്ടത്. യേശു പറഞ്ഞു, കള്ളൻ അറുപ്പാൻ, മുടിപ്പാൻ, മോഷ്ടിപ്പാൻ വരുന്നു. ഞാൻ വന്നത് നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനായിട്ട് അത്രേ. ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമായിട്ട് അത്രയെന്ന്. അപ്പൊ യേശു വന്നത് നിങ്ങള് കരഞ്ഞുകൊണ്ടിരിക്കാനാണോ? നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ തരുവാനാണോ? വിടുതൽ തരുവാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉല്ലസിച്ച് സന്തോഷിച്ച് ഘോഷിക്കല്ലേ വേണ്ടിയത്? അവന് നന്ദി കരയറ്റുകയല്ലേ വേണ്ടിയത്? ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക. ദൈവം ഈ പുതിയ വർഷത്തിൽ നിങ്ങളുടെ പുത്തൻ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവര്, എന്നിട്ട് നിങ്ങൾ കൊടുക്കാൻ പഠിക്കുക. എനിക്ക് ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടൊന്നല്ല ഈ പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഒരിടത്ത് കൊണ്ടല്ല കൊടുക്കേണ്ടത്. അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സഭാപ്രസംഗിയില് ശലോമോന് പറഞ്ഞിട്ടുണ്ട്. സഭാപ്രസംഗി എനിക്ക് തോന്നുന്ന 10-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നിന്റെ അപ്പത്തെ 11-ാം അധ്യായത്തിനകത്ത് നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറെ നാൾ കഴിച്ചിട്ട് നിനക്കത് കിട്ടും. പിന്നെ ഒരു ഓഹരിയെ 8ആയിട്ടോ വിഭജിച്ചു കൊള്ളുക, ഭൂമിയിൽ അനർത്ഥം ഭവിക്കും എന്ന് നീ അറിയുന്നില്ലല്ലോ. ഇവിടെ ശലോമോൻ പറയാണ്, നീ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? ഒരു ഓഹരിയെ 7ആയിട്ടോ 8ആയിട്ടോ വിഭാഗിക്കുക.
ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു നിനക്കറിയാൻ വയ്യാത്തത് കൊണ്ട് നീ കൊടുക്കുന്നത് വിഭജിച്ചു കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? വിഭജിച്ചു കൊടുക്കണം. എന്ത് സംഭവിക്കും നിനക്കറിയത്തില്ല, എനിക്കും അറിയത്തില്ല. ആമേൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾക്ക് കൊണ്ട് കൊടുത്ത് അവനങ്ങ് വിഴിഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടാകുമോ? ഇല്ല. അപ്പം നീ അതിനെ വിഭാഗിച്ചു കൊണ്ട് കൊടുക്കണം. ഒരുത്തന്റെ തലയെ കൊണ്ടൊന്നും അടിക്കരുത്. എടാ, ഒരുത്തൻ വിഴുങ്ങിയെന്ന് കണ്ട് എല്ലാരും വിഴുങ്ങത്തൊന്നുമില്ലല്ലോ, വിഴുങ്ങുമോ? ആമേൻ. ഒരുത്തൻ നിന്നെ കബളിപ്പിച്ചെന്ന് കണ്ട് എല്ലാരും കബളിപ്പിക്കുന്നവരാണോ? ആണോ? ആണോ ദേവദാസനെ? എല്ലാരും ഒരേമാതിരിയാണോ? അല്ല. അപ്പൊ ദൈവമക്കളെ, നമ്മൾ സന്തോഷിക്കാൻ പഠിക്കുക, കൊടുക്കാൻ പഠിക്കുക. ദൈവത്തിൽ ആ സന്തോഷത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നിന്നെ വാഴ്ത്തു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്ന കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ സ്വർഗമേ ഞങ്ങളെ നീ സഹായിച്ചു. ഇത് കേൾക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കും അവരെ ഉല്ലസിച്ച് സന്തോഷിക്കുവാനും ദൈവത്തിന് നന്ദി കരയേറ്റുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിൻ്റെ നന്മ അനുഭവിപ്പാൻ എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ള വചനപ്രകാരം ആരും ലജ്ജിച്ചു പോകാതെ അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകുവാനും ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാനും ഇടയായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യഹോവയായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. യഹോവയായ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനായിരിക്കട്ടെ. യഹോവയായ ദൈവം തിരുമുഖം ഉയർത്തി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. ആമേൻ.